ദുആ ചെയ്യുന്ന സമയം, മഴ പെയ്യുന്ന സമയത്ത് ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന്. അപ്പൊ അൽഹംദുലില്ലാഹ് ഇവിടെ ഇന്ന് സദസ്സ് നമ്മളൊക്കെ അതിനല്ലേ ഇരിക്കണേ. എല്ലാവരും ഇന്ന് ദുആ പ്രതീക്ഷിച്ചായിരിക്കുന്നേ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ദുആ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊന്ന് എഴുന്നേറ്റ്, നിങ്ങളുടെ മുഖം കാണുന്നില്ല, ഒന്ന് എഴുന്നേറ്റ്. ഉറക്കം വരണുണ്ടാ? ഇങ്ങോട്ട് കയറിയിരുന്നേ. വാ, അൽഹംദുലില്ലാഹ്. സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് സലാത്ത് പറയാൻ എന്തൊരു മടി പോലെ അല്ലേ? സലാത്ത് പറയാൻ നമുക്ക് അതിനും മടിയാ. സലാത്ത് പറയാനും നമുക്ക് മടിയാ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തിരുന്ന് തുണി ഇങ്ങനെ തയ്ക്ക. ഇന്ന് മാത്രമല്ല തയ്യല്, അന്നുണ്ട് കേട്ടാ. പെൺമക്കൾക്ക് തയ്യല് പഠിപ്പിച്ചു കൊടുക്കണമെന്നാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളിന്ന് എന്താ പഠിപ്പിക്കണേ? ഈ ഇരിക്കുന്നതിൽ എത്ര പേരുടെ ഭാര്യമാർക്കാ തയ്ക്കാൻ അറിയുന്ന? ഒന്ന് കൈപൊക്കിക്ക്. ഭാര്യയുടെ കാര്യം പോട്ടെ, മക്കൾക്ക് അറിയുന്നവരുണ്ടോ? സ്വന്തം മക്കളെ തയ്ക്കാൻ പഠിപ്പിച്ച്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തയ്ക്കാൻ പഠിപ്പിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്തേ? പെണ്ണുങ്ങൾക്ക് ചുമ്മാ ഇരിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? വാപ്പ കഷ്ടപ്പെട്ട് പഠിപ്പിക്കും. പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് കെട്ടിക്കൊണ്ട് വീട്ടിൽ ഭർത്താവ് വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയി. പിന്നെ വീട്ടിൽ ഇരിക്കുമ്പോ മടി. തയ്ക്കാൻ പഠിപ്പിക്ക്. ചുമ്മാ ഇരിക്കത്തില്ലല്ലോ, തച്ചോണ്ടിരിക്കും. ഇപ്പൊ തച്ചോണ്ടല്ല, കുത്തിക്കൊണ്ടായിരിക്കുന്ന മൊബൈലിൽ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചങ്ങാതി, പെൺകുട്ടികളെ തയ്ക്കാൻ പഠിപ്പിക്ക്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന കാര്യമല്ലേ? അത് വെറുതെ അല്ല പഠിപ്പിച്ചേ. ഇപ്പൊ ഏറ്റവും വലിയ ബിസിനസ് ആപ്പാ. തയ്ച്ചു കഴിഞ്ഞാൽ ഒരു ചുരിദാർ തയ്ക്കണമെങ്കിൽ 300 രൂപ കണ്ട. അൻസാരിയാണ് എന്നോട് ചോദിക്കട്ടെ. എന്റെ പൊന്ന്, എന്തായാലും ചിരിക്കണ്ട. 2 ദിവസം കഴിയുമ്പോൾ ഒരു വയലുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2 ദിവസം ഇൻഷാ അല്ലാഹ് പോകുമ്പോ ഏകദേശം തീരുമാനമാവും ഇൻഷാ അല്ലാഹ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് തച്ചുകൊണ്ടിരിക്കുമ്പോ സൂചി താഴെ വീണു. സൂചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കൊണ്ടാ താഴെ കടന്ന സൂചി എടുത്തത്. ചിന്തിച്ചു നോക്ക്. അവിടെ നിന്ന് മറ്റൊരു ചരിത്രത്തിൽ പറയുന്നു, സൂചിയിൽ നൂല് ഇരുട്ടത്തായിരുന്നു, പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കൊണ്ടാ സൂചി ഉരുത്തേന്ന്. അപ്പൊ ആ പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, എന്നെ കാണാത്തവർക്ക് നാശം, എന്നെ കാണാത്തവർക്ക് നാശം. അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയെ കാണാത്തതാരാണ്? അങ്ങയെ കാണാത്തതാരാണ്? പിശുക്കന്മാർക്കാണ് ആയിഷ, പിശുക്കന്മാർക്കാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ? പിശുക്കന്മാരാരാണ് നബിയേ? മുത്തുനബി പറയുന്നു, ആയിഷ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവർ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവർ, അവർ പിശുക്കന്മാരാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, മുസമ്മിലായ നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ, കിസ്റയെയും കൈസറിനെയും ആ കൈപ്പിടിയിൽ ഒതുക്കിയ നബി മുഹമ്മദ് മുസ്തഫ, ആ മദീനയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ കരളിന്റെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ, സ്വർഗ്ഗത്തിന്റെ നേതാവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് പറയാത്തവൻ അവനാണ് പിശുക്കനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് അലിയാർ തങ്ങൾക്ക്.
ആ അലിയാരിതങ്ങളും പ്രവാചകന്റെ പൊന്നാര മകളും തമ്മിലുള്ള ജീവിത ചരിത്രം, അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രങ്ങൾ, അത് വല്ലാതെ ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് മുഴുവനും മാതൃകയാകുന്ന ജീവിതം. ഒരുപാട് ചരിത്രങ്ങൾ പറയാനാണെങ്കിൽ അത് മാത്രമേ കാണൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ വഫാത്തിന് ശേഷം 4ാമത്തെ ഖലീഫയായിട്ട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അലിയാർ തങ്ങൾ ഭരണാധികാരിയായി കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ രംഗം നമുക്കറിയാം. അന്ന് മുസ്ലിമീങ്ങൾ പരസ്പരം തമ്മിലടിക്കുകയാ. സ്വഹാബാക്കൾ പരസ്പരം മുനാഫിക്കീങ്ങളും അതുപോലെ കുറച്ച് മുസ്ലിമീങ്ങൾ, ഇവരാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ നിന്ന് വധിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെയുള്ള ഭരണം അത്ര നല്ല ഒരു ഭരണമായിരുന്നില്ല. ഇസ്ലാമിൽ വല്ലാതെ പരസ്പരം തമ്മിലടിയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു. അലിയാർ തങ്ങൾ ഖലീഫയായി അവിടെ നിന്ന് ഭരണം തുടങ്ങുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളായി. എന്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിക്കുകൾ വീണ്ടും കടന്നു വന്നു. ഖവാരിജാക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇന്നും നമുക്കറിയാം. ഷിയാക്കളൊക്കെ, അവരൊക്കെ ഇന്ന് കാണിക്കുന്ന രംഗങ്ങൾ, പള്ളികളിലൊക്കെ ബാങ്ക് വിളിക്കുന്നത് പോലും വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത താടി നിസ്കാര തഴമ്പൊക്കെ ഉള്ളവരാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എത്രയോ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങൾ തന്നെ തന്റെ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തി, അവർ ഖുർആൻ ഓതും, പക്ഷേ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങാറില്ല. അവർ ഖുർആൻ അനുസരിച്ച് ജീവിക്കാറില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാ അവര് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് മഹത്വം നൽകുന്നത്. ഉസ്മാൻ തങ്ങൾ പറ്റിച്ചിട്ടാണ് ഭരണാധികാരിയായത് എന്നൊക്കെ പറഞ്ഞു വരുത്തിയവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ നിയമങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയാത്തത് ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായി. അവിടെയും പ്രശ്നങ്ങളും ഒരുപാട് വിഷയങ്ങളുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾ കൂട്ടം കൂടാൻ തുടങ്ങി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി മുസ്ലിമീങ്ങൾ തന്നെ. ഒരുപാട് പ്രശ്നങ്ങളും അങ്ങനാണല്ലോ. അധികാരം കിട്ടുന്നതിന് വേണ്ടി എന്തെല്ലാം വളഞ്ഞ വഴികളാ നോക്കുന്നേ. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് സഹിച്ചു. അവസാനം ഇവരുമായിട്ട്, ജൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. എത്രയോ പേരെ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വധിക്കുകയുണ്ടായി. ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, ഒരുപാട് പേര് അവിടെ നിന്ന് രോഗികളായി, അവരൊക്കെ കിടപ്പിലായി. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂതന്മാർ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറെടുത്തു വന്നിട്ട് അവസാനം പരാജയപ്പെട്ടു പോയ യുദ്ധങ്ങളുമുണ്ട്. പക്ഷേ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ കൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് ഉണ്ടായിരുന്നു. മുത്തുനബിയുടെ സഹാബികൾ കൂടെ നിന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്, നാലോളം വരുന്ന സ്വഹാബികൾ എന്തിനും തയ്യാറായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ശത്രുക്കൾ എന്തെല്ലാം വഴികൾ നോക്കിയിട്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ കഴിയുന്നില്ല. കാരണം അല്ലാഹുവിന്റെ സഹായമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് ചരിത്രം പറയുകയാ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവസാനം അവിടുന്ന് തന്റെ വഫാത്ത് അടുത്തു വരുമ്പോൾ മഹാനവറുകൾ സുബ്ഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അലിയാർ തങ്ങൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഗുണമാണ്, മുത്തുനബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനതാ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോ തന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും, മോളെ ഫാത്തിമ, എഴുന്നേറ്റ് നമസ്കരിക്കുമോളെ. തഹജ്ജുദ് നമസ്കരിക്കാൻ പ്രവാചകനെ വിളിച്ചുണർത്തുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹിക്ക് പള്ളിയിലേക്ക് വരുമ്പോ വരുന്ന വഴിയിൽ കിടന്നുറങ്ങുന്ന സ്വഹാബാക്കളെ നമസ്കരിക്കാൻ വിളിച്ചുണർത്തുമായിരുന്നു. അതാണ് ഭരണാധികാരി. ഒറ്റയ്ക്കാണ് നടന്നു വരുന്നത്. കൂടെ വരാൻ കരിമ്പൂച്ചകളോ പട്ടാളവോ ഒന്നുമില്ല. ഒറ്റയ്ക്കാണ് അലിയാർ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഈ രംഗമാണ്, ഈ അവസരമാണ് ശത്രുക്കൾ നോക്കി വച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റമളാൻ 17, അതാ പരിശുദ്ധമായ റമളാൻ 17 മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല
തആല പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ വരുമ്പോ അബ്ദുറഹ്മാൻ മുൽജിം എന്ന് പറയുന്ന ഒരു ശത്രുവുണ്ടല്ലോ. അബ്ദുറഹ്മാൻ മുൽജിം എന്ന് പറയുന്ന ഒരു ജൂതനായ മനുഷ്യൻ അതാ വാളിന്റെ അകത്ത് 40 ദിവസമായിട്ട് വിഷം വാളിന്റെ അകത്ത് കലർത്തി വെച്ചിട്ട് കാത്തിരിക്കുകയാലിയാര് തങ്ങളെ കൊല്ലാൻ. അങ്ങനെ പടച്ചവനെ സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് ഒറ്റയ്ക്ക് നടന്നു വരുന്ന മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അലിയാര് തങ്ങളെ നടന്നു വരുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുൽജിം എന്ന് പറയുന്ന ശത്രുവുണ്ടല്ലോ, വിഷം പടർത്തിയ കൊടാതാ വിഷം കടർത്തിയ വാളുണ്ടല്ലോ, അതുകൊണ്ട് അലിയാര് തങ്ങളുടെ തലയിലാ വെട്ടുന്നത്. അലിയാര് തങ്ങളുടെ തലയിൽ വെട്ടുകയാണ്. സുബ്ഹാനല്ലാഹ്, അലിയാര് തങ്ങളുടെ താടി രോമത്തിലൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. തലയിൽ വെട്ടുകൊണ്ട് അലിയാര് തങ്ങൾ താഴെ വീഴുകയാണ്. പടച്ചറപ്പേ, എല്ലാവരും ഓടിക്കൂടി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് അലിയാര് തങ്ങളെ പിടഞ്ഞു വീഴുമ്പോ എല്ലാവരും ഓടിക്കൂടി. ആ സമയത്ത് അലിയാര് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു സ്വഹാബിയോട് പോയി ഇമാമത്ത് നിൽക്കാൻ. സമയത്തും തന്റെ തലയിൽ വെട്ടുകൊണ്ടിട്ട് രക്തത്തിൽ കുളിച്ച് താഴേക്ക് വീഴുമ്പോ അലിയാര് തങ്ങൾ ഓടി വന്ന സ്വഹാബത്തിനോട് പറഞ്ഞു പോയി സുബഹി നമസ്കരിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 പേരുടെയും ചരിത്രം എടുത്തു നോക്കൂ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് യാത്ര പറയുമ്പോ അവിടെ നിന്ന് പറഞ്ഞു ഉമ്മത്തി അസ്സലാ, നമസ്കാരത്തിന്റെ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടാ മുത്തുനബി പോയത്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 63ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ ആ മരിക്കുന്ന സമയത്ത് അവസാനമായിട്ട് സൽമാൻ അൽ ഫാരിസി തങ്ങളടങ്ങുന്ന സ്വഹാബത്തിനോട് അവിടെ നിന്ന് കൊടുത്ത വസിയ്യത്തും നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യമാണ്, പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിന്റെ കാര്യമാണ്. അവിടെ പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ചാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം കഥാ കുത്തുകൊണ്ട് മരണത്തോട് മല്ലടിക്കുമ്പോഴും അവിടെ നിന്ന് ചോദിച്ചത് നിങ്ങൾ സുബഹി നമസ്കരിച്ചോ? അല്ലാഹുവേ, എനിക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും നിസ്കാരത്തെ കുറിച്ചാ ഓർമ്മപ്പെടുത്തിയത്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഈ ലോകത്തോട് വിട പറയുമ്പോ അവിടെ നമസ്കരിച്ചിട്ടല്ലേ സൂറത്തു ത്വാഹ ഓതി നമസ്കരിച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടല്ലേ മഹാനവറുകളും ലോകത്തോട് യാത്ര പറഞ്ഞത്. 4ാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കരിക്കാൻ പോകുന്ന സമയത്താണ് ശത്രു വന്നിട്ട് തന്റെ തല വെട്ടി പൊളിക്കുന്നത്. രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോഴും ഓടിക്കൂടുന്നവരോട് പറയുന്നത് സ്വഹാബത്തേ, പോയി നമസ്കരിക്ക സഹാബ. എല്ലാവരും പോയി നമസ്കരിച്ചു. എല്ലാവരും പോയി നമസ്കരിച്ചു. അല്ലാഹുവേ, ഓടി വന്നു. നമസ്കാരം കഴിഞ്ഞ സഹാബികൾ മുഴുവനും ഓടിക്കൂടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കോരിയെടുക്കുകയാണ്. അവിടെ നിന്ന് വീട്ടിലേക്ക് ചുമന്നു കൊണ്ടുപോവുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളെ വിവാഹം കഴിച്ച അലിയാര് തങ്ങള് നാളെ സ്വർഗത്തിൽ യുവാക്കളുടെ നേതാവായ അലിയാര് തങ്ങള്, ആ അലിയാര് തങ്ങൾ 2 ദിവസത്തോളം ആ കിടപ്പ് കിടക്കുകയാണ്. 2 ദിവസത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ അതേ കിടപ്പ് കിടക്കുകയാണ്. എല്ലാവരും അടുത്തു വന്നു. എല്ലാവർക്കും ചോദിച്ചവർക്കൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പല സ്വഹാബികളോടും പൊരുത്തം ചോദിച്ചു. എന്തിനവസാനം മുസ്ലിമീങ്ങൾ ഉണ്ടല്ലോ, അതാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാറ് വെട്ടിയവനെ പിടിച്ചു കൊണ്ടുവന്നു. അവിടെ നിന്ന് പിടിച്ചു കെട്ടിയിട്ട് കൊണ്ടുവന്നപ്പോ അലിയാര് ഞങ്ങൾ ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ കൊന്നത്? അവിടെ നിന്ന് പറഞ്ഞു, 40 ദിവസമായി വാളിൽ ഞാൻ വിഷമം കടർത്തിയിട്ട് നിങ്ങളെ കൊല്ലാൻ നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് പൊന്നുമോലെ ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവസാനം മരണത്തോട് മല്ലടിക്കുകയാണ്. അത് വല്ലാത്ത ഒരു രംഗമാണ് സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയല്ലേ, മുത്തുനബിയല്ലേ ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയത്. മുത്തുനബി തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്ത അരിയാരിതങ്ങൾ അല്ലാഹുവേ അവസാനം അവിടെ നിന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതുപോലെ ഒരു മരണം കാണാൻ കഴിയുമോ? വളരെ അത്ഭുതമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഒരു മരണം കാണാൻ കഴിയില്ല. കാരണം മരിക്കുന്ന സമയത്ത് അവസാന സമയം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ അലിയാരിതങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ദിക്ർ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. പടച്ചവനെ ആ രംഗം കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ സ്വഹാബികൾ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ അലിയാര് തങ്ങളോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ, എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ? സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലാണ് സഹാബ. മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സഹാബ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ കിടക്കുന്നവരുടെ ചാരത്ത് പോയിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമല്ലോ. അതുകൊണ്ട് ആ പ്രവാചകന് പറഞ്ഞു കൊടുക്കണമെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവന്റെ ചാരത്ത് പോയി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ, ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവര് ആരെങ്കിലും പറഞ്ഞു കൊടുത്താ പോരാ. മക്കളിൽ വാപ്പായിക്ക് ഏറ്റവും ഇഷ്ടമാരെയാണ്, ഉമ്മായിക്ക് മക്കളിൽ ഏറ്റവും ഇഷ്ടമാരെയാണ്. അവനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അവരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്തെന്നറിയുമോ? ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അതായി കിടക്കുന്ന മനുഷ്യന്റെ മരിച്ചുപോയ വാപ്പാടെ രൂപത്തില്, നിന്റെ ഉപ്പാടെ രൂപത്തില്, നിന്റെ ഉമ്മയുടെ രൂപത്തില് രണ്ടുപേരും ഖബറിലാണ്. മകനെ പിടപ്പിക്കാൻ പറ്റുന്ന അവസാന സമയം മരിച്ചുപോയ മാതാപിതാക്കളുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ച് ചിരിക്കുന്ന മുഖത്തോട് തലയുടെ ഇടതുഭാഗത്ത് വന്നിരുന്നിട്ട് പറയുമോ, പറയല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയല്ലേടാ പിടച്ചു പോകുമടാ. എടാ അങ്ങനെ പറയരുത്, നീ പിടച്ചു പോകും, നീ നരകത്തിലായി പോകും. മോനെ കുടിക്കാൻ വെള്ളം തരാമടാ. കാരണം ലോകത്തുള്ള സമുദ്രങ്ങളിലെ വെള്ളം മുഴുവനും കുടിച്ചാലും ദാഹം മാറാത്ത സമയമാ. അല്ലാഹു നമ്മുടെ ദാഹം തീർത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് കടലിലെ സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സമയമാ. ആ സമയത്താണ് ശപിക്കപ്പെട്ടവന് മരിച്ചുപോയവരുടെ രൂപത്തിൽ അടുത്തു വന്നിരുന്ന് ചുണ്ടിലേക്ക് വെള്ളമൊടിച്ചു തരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ എന്ന് നമ്മുടെ ഈമാനെ തട്ടിപ്പറിക്കാൻ പോകുന്ന സമയത്ത് പോടാ ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഉറക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കം പറഞ്ഞു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മുത്തുനബിയാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ രക്ഷപ്പെട്ടു സഹാബ, അവൻ രക്ഷപ്പെട്ടു സഹാബ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഖസിയ അന്നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. പരിശുദ്ധമായ ഖുർആന പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ മരണത്തിന്റെ വേളയിൽ സക്കറാത്തിന്റെ അവസ്ഥയിൽ അതാ ഇസ്രായേൽ കടന്നു വരുന്ന സമയത്ത് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണേ സഹാബ. പടച്ചവനെ ഇങ്ങനെ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബിയുടെ മരുമോനായ മുത്തുനബിയുടെ മരുമകനായ കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണേ സഹാബ. പടച്ചവനെ ഇങ്ങനെ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബി
നബിയുടെ മരുമോനായ, നബിയുടെ മരുമകനായ, ഫാത്തിമയുടെ ഭർത്താവായ, ഹസൻ ഹുസൈൻ തങ്ങളുടെ വാപ്പയായ, മുത്തുനബി ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ 4ാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ പരിശുദ്ധമായ റമളാൻ മാസത്തില് വെള്ളിയാഴ്ചയാണ് സഹോദരാ. അവിടുന്ന് റമളാൻ 17-നാണ് അവിടുന്ന് വെട്ടുകൊള്ളുന്നത്, അവിടുന്ന് ശത്രുക്കൾ വധിക്കാൻ നോക്കുന്നത്. 2 ദിവസം കിടന്നു. 3-ന്റെ അല്ലാഹുവേ ഷഹാദത്ത് കലിമ പറഞ്ഞ് പടച്ചറബേ ഷഹീദിനെ പോലെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പറന്നുപോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ അലിയാര് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. പടച്ചവനെ അലിയാര് തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും വെളിച്ചമാക്കണേ അല്ലാ. അവിടത്തെ ഈമാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങൾക്കെതിരെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി വരുമ്പോ അലിയാര് തങ്ങളെ നേരിട്ടതുപോലെ അലിയാര് തങ്ങളുടെ ഈമാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരണേ അല്ലാ. പടച്ചവൻ